മിഥുൻ ഒളിച്ചോടി പോയതാണോ അതോ കാണാതായി പോയതാണോന്ന് ആദ്യം നിങ്ങൾ തീരുമാനിക്കും. അതറിയണേലേ ടോസിട്ട് നോക്കേണ്ടി വരും. എന്തായാലും ആരും പിടിച്ചോണ്ട് പോയതൊന്നല്ലോ. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് കല്യാണം മുടങ്ങി എന്റെ മോളെ ഇനി ആര് കല്യാണം കഴിക്കും? ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. നിങ്ങളുടെ ബേട്ടിക്ക് എത്ര നഷ്ടപരിഹാരം വേണമെങ്കിലും എന്റെ പയ്യെ തരും. വേണമെങ്കിൽ വേറെ ലിഡ്കയും അറേഞ്ച് ചെയ്ത് തരും. അയാളല്ലാതെ മറ്റാരും എന്റെ കഴുത്തിൽ താലി കെട്ടില്ല. ആ മുഹൂർത്തത്തിന് സമയമായി. എല്ലാരും വന്നോളൂ. അരേ പുരോഹിത്, ഈ ഷാദി ക്യാൻസൽ ചെയ്തു. കാരണം ഈ ലഡ്കിയുടെ കുണ്ടലി ദോഷം. ഞാനിനി ജീവിച്ചിരിക്കില്ല, ചത്തുകളയും. മോളെ 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 നിക്ക്, പോലെ നിക്ക്, നമുക്ക് സംസാരിക്കാം. പ്ലീസ് പോലെ ചേച്ചി പറയുന്ന കേക്ക്. എന്താ ഒരു ബഹളം? ആരും വിഷമിക്കണ്ട. കല്യാണ ചെറുക്കൻ ദാ എത്തിക്കഴിഞ്ഞു. ഹാജർ. ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നീ എങ്ങോട്ടാ മിഥുനെ പോയത്? നിന്നെ കാണാതെ ഞങ്ങൾ എല്ലാവരും പേടിച്ചു പോയി. എവിടെയെങ്കിലും പോണെങ്കിൽ നിനക്ക് പറഞ്ഞിട്ട് വെക്കൂടെ? കല്യാണം മുടങ്ങിയെന്ന് തന്നെയാ ഞങ്ങൾ കരുതിയത്. ഇവിടെ ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് ഇനി ഇവരുടെ മുമ്പിൽ മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ അങ്ങ് തുറന്ന് പറഞ്ഞേക്ക്. ഓ പറയാൻ നാണക്കേട് കാണും. എങ്കിൽ പിന്നെ ഞാൻ തന്നെ കാര്യം പറയാം. അതെ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ കാറിനടുത്ത് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത്. വല്ലാത്തൊരു അങ്കലാപ്പും പരിഭ്രമം ഒക്കെ ആയിരുന്നു ഇദ്ദേഹത്തിന്. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. പ്രകൃതിയുടെ വിളി, രണ്ടിന് പോണം, രണ്ടിന്. ആകെ പിടിവിട്ട് നിൽക്കായിരുന്നു ഈ പാവം. ക്ഷേത്രത്തില് ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത്ര ഒരു കാര്യം ആരോടെങ്കിലും പറയാൻ പറ്റുമോ? നാണക്കേടാവില്ലേ? പിന്നെ പറയാതിരിക്കാനും പറ്റുമോ? നാറ്റക്കേസാവില്ലേ? അങ്ങനെ ഒരു അവസ്ഥയില് വല്ലാതെ ബുദ്ധിമുട്ടുകാരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് ഞാനും എന്റെ ഫ്രണ്ടും കൂടി ഇദ്ദേഹത്തെ കാറിൽ കയറ്റി ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. കുട്ടിക്കൊരു ശോഭനമായ രാഷ്ട്രീയ ഭാവി ഞാൻ കാണുന്നുണ്ട്. എന്റെ കൂടെ നിന്ന അടുത്ത കോർപ്പറേഷൻ ഇലക്ഷനില് കുട്ടിയെ ഞാനൊരു വാർഡ് മെമ്പറാക്കാം. പറ്റിയ മേയർ. ചേട്ടന്റെ നമ്പർ ഒന്ന് തരണേ, ഞാൻ വിളിക്കാം. വാർഡ് മെമ്പർ. വാ വാ, വാ, അങ്ങോട്ട് പോ. നീ ഇവിടെ നിന്നാ മതി. അയ്യേ, എന്തിനാ ഇവിടെ വന്നത്? നമുക്ക് റൂമിലേക്ക് പോകുന്നേ. അതിന് റൂമിന്റെ ഒന്നും ആവശ്യമില്ല. വേഗം കാര്യം സാധിച്ചിട്ട്. എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് റൂമിലേക്ക് പോയാൽ മതി. കാണിക്കുന്നേ ചെല്ല് സാറേ, എനിക്ക് റൂമിൽ പോയാൽ മതിയെന്ന്. സാറേ സമയം പോകുന്നു, ചെല്ല്. കാര്യം നമുക്ക് സെറ്റ് ചെയ്യണ്ടേ? നാണിക്കാതെ അകത്തു നോക്കോ സാറേ. ഒന്ന് മാറിക്കേ, ഒന്ന് മാറിക്കേ. കല്യാണത്തിന്റെ ടെൻഷൻ കാരണം രാവിലെ ബാത്റൂമിൽ പോയി കാണത്തില്ല. അതാ പ്രശ്നം. നേതാവിനെ ഒന്ന് പരിചയപ്പെടണമെന്ന് വലിയ ആഗ്രഹ. പ്ലീസ്. അത് കല്യാണത്തിനിടയിൽ രണ്ടിന് പോകാൻ വേണ്ടി അത്യാവശ്യമായിട്ട് ഓടി വന്നതാ നിങ്ങളുടെ MS. എന്തായാലും കാര്യം സാധിച്ചിട്ട് വരട്ടെ, ഞാൻ പരിചയപ്പെടുത്തി തരാം. അങ്ങനെയാണെങ്കിൽ ബാക്കി ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് വരട്ടെ. എല്ലാവരും വിളിച്ചോണ്ട് വരൂ. MS-നോട് പറഞ്ഞ് എല്ലാവർക്കും സെൽഫി എടുക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരാം. അയ്യോ, പുറത്ത് സുന്ദരിമാരുടെ സംസ്ഥാന സമ്മേളനം. പക്ഷെ ഇറങ്ങിയ എല്ലാരും കൂടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടും.
എന്റെ ടോയ്ലറ്റ് കഥ നാട്ടിലെങ്ങും പാട്ടാവും. അത്തിപ്പഴം പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ പോലായല്ലോ. അയ്യോ, എനിക്ക് വയ്യ വയ്യ വയ്യ. നീ കല്യാണ ചെറുക്കന്റെ ടോയ്ലറ്റിന് കാവൽ നിന്നോ, ഞാൻ വീട്ടിൽ പോവാ. ഏ